ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ തിയേറ്റർ സിനിമകളൊക്കെ ഇല്ലാതെ ആവും, OTT ആണല്ലോ ഇപ്പൊ മൊത്തത്തിൽ. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ തിയേറ്ററുകളൊക്കെ പൊളിച്ച് ഓഡിറ്റോറിയം ആകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, തിയേറ്ററുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിലും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ല. അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. അതെ അതെ, അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളായിരിക്കും പറയാൻ. എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. ഈ സിനിമ തന്നെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ഇപ്പം സൂപ്പർ ജെമിനി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഒരു സൂപ്പർ മുമ്പ് വന്നാണ് സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞൊരു സിനിമ. അതെ അതെ, ഓടുന്ന പടങ്ങളുടെ പേരല്ലേ. സൂപ്പർ ശരണ്യ ഹിറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ എന്തായാലും ഹിറ്റായി മാറട്ടെ. ഹിറ്റാകാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. അതിൻ്റെ എലമെന്റ്സ് ഉണ്ട്, നല്ല സോങ്ങുകളുണ്ട്, നല്ല സീക്വൻസ് ഉണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സൂപ്പർ ജിമ്മി വളരെ സൂപ്പർ ആവും എന്നാണ് തോന്നുന്നത്. അതെ, അതിന്റെ ഡയറക്ടർ ഇട്ട പേര് തന്നെയാണ്, അനൂപ് പുരുഷോത്തം എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ജിമ്മി എന്നുള്ളത് മീനാക്ഷിയുടെ കഥാപാത്രത്തിന് പേരാണ്. അത് മൊത്തത്തിലുള്ളൊരു കഥ പറയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പേരിന് ഒരു സസ്പെൻസ് ഉണ്ട്. അതെ അതെ, ക്ലൈമാക്സ് ഒരു പ്രത്യേക ക്ലൈമാക്സ് ആണ്. ഇതുവരെ വരാത്ത രീതിയിൽ ഒരു ക്ലൈമാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ്. എന്തോ മുഴുനീള റോളാണോ സിനിമ? എന്റെ അതെ അതെ, മുഴുനീള റോളാണ്. അതെ. അപ്പൊ ഈ ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് തോന്നുന്നത്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഡ്രഗ്സിന്റെ കാര്യം പറയുന്നുണ്ട്, അല്ലാതെ വേറെ കുറേ എലമെന്റ്സ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതിലാണ് മെസ്സേജ് കിട്ടുന്നതെന്നുള്ളത് ജനങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മോശമെന്ന് പറയാനില്ല, നല്ല സ്ക്രിപ്റ്റാണ്, തിരക്കഥ നല്ല തിരക്കഥയാണ്, നല്ല തിരക്കഥയും സംഭാഷണം. നല്ല ക്യാമറ വർക്കും. അതെ അതെ, നന്ദകുമാർ എന്ന് പറഞ്ഞ ക്യാമറാമാനാണ് തിരുവനന്തപുരത്തുള്ള. ക്യാമറ വർക്കാണെങ്കിലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം മെസ്സേജ് തീർച്ചയായിട്ടും നല്ല മെസ്സേജ് കിട്ടും. അപ്പൊ അതുപോലെ കഴിഞ്ഞ ദിവസം ജയസൂര്യ അഭിനയിച്ചൊരു വെള്ളം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ കണ്ടിട്ട് ഒരാൾ മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞിട്ട് ജയസൂര്യനെ പോയി കണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ജയസൂര്യ വെള്ളത്തിനുള്ള മരുന്ന് കൊടുത്തു. അല്ല, ജയസൂര്യയുടെ ആ അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടിട്ട് ഒരാള് മദ്യപാനം, ഒരാളെന്ന് ചിലപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് ചിലപ്പോൾ മദ്യപാനം നിർത്തിക്കാറുണ്ട്. പുള്ളി മദ്യപാനം നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു സിനിമ കാണുമ്പോൾ ഡ്രഗ് അഡിക്ട് കൂടി വരുന്ന സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ ഡ്രഗ് അഡിക്ട്സ് കൂടുന്നു, ലഹരി. ഇപ്പൊ റീസെന്റ് ആണ് നമ്മൾ പറഞ്ഞ പോലെ സ്വന്തം അമ്മേനെ മറ്റേ വെള്ളം അടിക്കുക, അതൊക്കെ ഒരു നെഗറ്റീവ് ഫാഷനിലേക്ക് പോയിരിക്കുകയാണ്. അത് ഇപ്പം എപ്പം ന്യൂസ് എടുത്ത് നോക്കിയാൽ ഇത് മാത്രമല്ല. അതെ അതെ, കേരളത്തിന്റെ ഒരു ഇത് തന്നെ മാറിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നോർത്ത് ഇന്ത്യയിലേക്കായിരുന്നു പണ്ട് നമ്മൾ ഇത് കണ്ടോണ്ടിരുന്നത്. സ്വന്തം അമ്മേനെ വെട്ടിക്കൊന്നു, ഇത്തരം എന്താ പറയാ വിദ്യാഭ്യാസം ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും നമ്മൾ അവര് ചെയ്യുന്നതല്ലേ, ഡ്രഗ്സ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്തിനാണത് ചെയ്യുന്നത്, എന്തിനാണത് കുത്തിക്കയറ്റുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതിനെതിരെ ഇവിടെ നിയമം ഇതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഈ നിയമത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയുള്ളൂ. ചെയ്ത് കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരിക്കൽ പെട്ടുപോയത് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളിലാണ് കൂടുതലും, കുട്ടികളിലേക്ക് വ്യാപിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. എന്താണെന്ന് ഇത് ചെറിയ കുട്ടികളിലേക്കും ഇപ്പം സ്കൂൾ തലത്തിലൊക്കെ ഇത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പടത്തിൽ പറയുന്നുണ്ട്, കാര്യമായിട്ട് പടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമയിന് റിലീസിന് വരികയാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? അവസാനമായിട്ട് പറയാൻ എനിക്ക് ഇനിയും പറയാൻ കൂടെ കാര്യങ്ങളുണ്ട്. ഓഡിയൻസ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുന്ന ചിത്രം. എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയി ഈ പടം. നല്ല സോങ്, നല്ല കണ്ടന്റ്, നല്ല കണ്ടന്റാണ്. ഇതുവരെ വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അനൂപ് പുരുഷോത്തം എന്ന സംവിധായകൻ്റെ ഒരു ആദ്യ സിനിമയാണ്, അല്ല പുള്ളി രണ്ടാമത്തെ സിനിമ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സംവിധായകനാണ്, പ്രതീക്ഷയുള്ള സംവിധായകനാണ്. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും സൂപ്പർ ജെമിനി. സൂപ്പർ ആകട്ടെ അല്ലേ, സൂപ്പർ ശരണ്യ പോലെ സൂപ്പർ ജെമിനി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ. പഞ്ചായത്തിന്റെ ഒരുപാട് സിനിമകൾ ഇനി വരാനുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം അതെ, ഞാൻ പടത്തിന്റെ പേരുകൾ പറയാതെ അടുത്ത പ്രൊമോഷന് വേണ്ടി പറയണ്ടേ? അതെ അതെ അതെ, അതിനുവേണ്ടി പറയായിരുന്നു. അപ്പൊ എന്തായാലും ഇനി തുടരെ ഈ വർഷം സിനിമകളുണ്ട്. ഉണ്ട്, തുടർച്ചയായിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു.